ഹായ് മുത്തുമണീസ്. അപ്പോൾ ഇപ്രാവശ്യം വെക്കേഷന് എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇത്താത്തൻ്റെ വീട്ടിൽ ബട്ടർ ഫ്രൂട്ടിൻ്റെ മരം അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കായ് പിടിച്ചിട്ടോ. അപ്പോൾ അതേ ബട്ടർ ഫ്രൂട്ട് എനിക്ക് 2 തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹസിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ പഴുത്തു, നല്ല ജ്യൂസ് അടിക്കാനുള്ള പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ജ്യൂസ് അടിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കൂടി കാണിക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഉയരത്തിലാണ് മരം നിൽക്കുന്നത്. അപ്പോൾ അത് പറിച്ച ടൈമിൽ ജസ്റ്റ് ഒന്ന് തറയിൽ വീണിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്, ജസ്റ്റ് ഒരു കളറിൻ്റെ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കേടൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ ആ പൾപ്പൊക്കെ ഈ സ്പൂൺ കൊണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത് എത്ര വരും എന്നൊന്നും അറിയത്തില്ല, ക്വാണ്ടിറ്റി. അങ്ങനെ ഞാൻ ഒരെണ്ണം ഫുൾ അങ്ങ് എടുത്തു. പക്ഷേ അത് ജ്യൂസ് അടിച്ചപ്പോൾ വീണ്ടും ഭയങ്കര കട്ടിക്ക് വരുന്നു. എനിക്ക് കട്ടിക്ക് കുടിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചെടുത്ത് മാറ്റിയിട്ട് ബാക്കിയിൽ പാലൊഴിച്ചിട്ട് അങ്ങനെയാണ് അടിച്ചത്. അപ്പം ഞാൻ ഫുള്ള് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാം കുതിർത്ത് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കണം. പിന്നെ കുറച്ച് തണുപ്പിന് വേണ്ടിയിട്ട് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ക്ലാസ്സിൽ എൻ്റെ മോളെ ഇഷ്ടപ്രകാരം കുറച്ച് തേനൊക്കെ ഒഴിച്ച് ഡെക്കറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് തേനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിച്ച് വെച്ചു. അപ്പം ബട്ടർ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. സംഭവം കൊള്ളാം. പിന്നെന്താ, വിഷാംശവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, വീട്ടിലുണ്ടായതല്ലേ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ.